ഓസ്ട്രേലിയ ഇന്ത്യ ഏകദിന പരമ്പരയിൽ ശ്രദ്ധേയമായ ഒരു നേട്ടം രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ, അതായത് ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരം എന്നുള്ള ബഹുമതിയാണ്. ഇപ്പോൾ 2ാം സ്ഥാനത്താണ് രോഹിത് ശർമ്മ 44 സെഞ്ചുറികളുമായി. എന്നാൽ 1ാം സ്ഥാനത്തുള്ള ടെണ്ടുൽക്കറിനെ പുറത്താൻ ഒരൊറ്റ സെഞ്ചുറി കൂടി മാത്രം മതിയാവും അദ്ദേഹത്തിന്. തന്റെ കരിയറിലെ 32 സെഞ്ചുറികളിൽ 8 രോഹിത് ശർമ്മ നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെയാണ്. അതേപോലെ ഏകദിനത്തിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ 4 സെഞ്ചുറികൾ, അത് മറ്റാർക്കും കിട്ടിയിട്ടില്ല. അതിന്റെ ഏക ഉടമ രോഹിത് ശർമ്മയാണ്. ഒരു സെഞ്ചുറി കൂടി നേടിയാൽ 50 സെഞ്ചുറികൾ എന്ന നേട്ടം തന്റെ 500ാം മത്സരത്തിൽ നാളെ രോഹിത് ശർമ്മയ്ക്ക് തികയ്ക്കാനാകും. 8 സിക്സുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഷാഹിദ് അഫ്രീഡിയുടെ 351 എന്ന് പറയുന്ന സിക്സറുകളുടെ റെക്കോർഡ് സ്വന്തം കൈകളിലാക്കാനും രോഹിത് ശർമ്മയ്ക്ക് സാധിക്കും. 54 റൺ കൂടി നേടിക്കഴിഞ്ഞാൽ സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ്, ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന പട്ടികയിൽ 3ാമതെത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കും എന്നുള്ളത് മറ്റൊരു അവസരം കൂടിയാണ്. 265 ഏകദിനത്തിൽ നിന്നും 11,268 റൺസാണ് രോഹിത്തിന്റെ നേട്ടം. പരമ്പരയിൽ 12 സിക്സ് കൂടി നേടിയാൽ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 100 സിക്സുകൾ നേടുന്ന ആദ്യ താരം അത് രോഹിത് ശർമ്മയാവും. ഇതുവരെ ഒരു താരവും സ്വന്തമാക്കിയിട്ടില്ല എന്നോർക്കണം. അവിടെയാണ് രോഹിതിന് സിക്സ് അടിക്കാനുള്ള കഴിവ് നമുക്ക് മനസ്സിലാകുന്നത്.